ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം കസ്റ്റമർ റിവ്യൂ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വിചാരിക്കണം ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുറേ തിരക്കിനിടയിൽ എന്താ പറയുക, അതുപോലെ തന്നെ കുറേ വീഡിയോസ് സേവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമർ റിവ്യൂ ഉണ്ടാവും. അതൊക്കെ ഫോണിൽ അറിയാമല്ലോ. ഡെയിലി അതൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഹാങ് ആയിട്ട് ഓർഡർ എടുക്കാൻ പറ്റില്ല. ഷോപ്പിലത്തെ ഓൺലൈനത്തെ ആയിട്ട് ഒരുപാട് ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ അയച്ചു തന്നിട്ടുള്ളത് വെൽവെറ്റിൽ കസ്റ്റമർ എടുത്തിട്ടുള്ളൊരു പർദ്ദയാട്ടോ. ഭംഗിയുള്ളൊരു പർദ്ദയാട്ടോ അത് കസ്റ്റമർ ആ സ്ലീവൊക്കെ എന്താ പറയുക വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ഈ ഒരു പർദ്ദയാണ്. ഷോളിലും അതുപോലെ തന്നെ പർദ്ദയിലുമായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് വരുന്ന ഒരു പർദ്ദയാട്ടോ. സ്ലീവിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കസ്റ്റമർ എങ്ങനെ അയച്ചാലും എനിക്ക് വീഡിയോ അയച്ചു തരും കേട്ടോ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ എന്താ പറയുക, എടുത്തിട്ടുള്ളവർക്കറിയാം. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ പോലെ തന്നെ കേട്ടോ എനിക്ക് എൻ്റെ കസ്റ്റമർ. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുള്ള മറ്റൊരു പർദ്ദയാട്ടോ. ഇതിന് നല്ല വ്യൂ ഉണ്ടായിരുന്നു ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത സമയത്ത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ വീഡിയോ അയച്ചെന്ന് ഓരോരുത്തരോടും, എനിക്കിതൊക്കെ ആരാ അയച്ചതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല, എങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. അത്യാവശ്യം നല്ലൊരു വർക്ക് തന്നെ പർദ്ദൻ്റെ അടിവശത്തും സ്ലീവിൽക്കും കേട്ടോ. അത് ഷോളിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. എല്ലാ പർദ്ദൻ്റെ കൂടെയും ഷോളുണ്ടായിരിക്കും കേട്ടോ. ഷോളിൻ്റെ വലിപ്പം വന്നിട്ട് 1.80 ആട്ടോ ഉണ്ടാകാൻ. 28 ഇഞ്ചോളം വിടുത്തുണ്ടാവും കേട്ടോ ആ ഒരു ഷോളിന്. അപ്പോൾ കൂടെ കിട്ടുന്ന ഷോളിൻ്റെ കേട്ടോ ഞാൻ പറയണേ. ഇനി നിങ്ങൾക്ക് ആ ഒരു ഷോൾ വേണ്ട വലിപ്പമുള്ള ഷോൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വർക്ക് ഷോളിൽ ചെയ്യുന്നതിന് 50 രൂപ കേട്ടോ വാങ്ങിക്കലുള്ളത്. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പാട്ടോ പർദ്ദൻ്റെ ഫ്രണ്ടിലേക്കും ബേക്കിലേക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. ചിലത് ഞാനൊന്ന് സ്പീഡ് കൂട്ടും കേട്ടോ, കാരണം കുറച്ചൊരു ലെങ്ത്തുള്ള വീഡിയോ ആണ്. കസ്റ്റമർ റിവ്യൂ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ കസ്റ്റമർ റിവ്യൂ ഞാനിതിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അയച്ചു തന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ എല്ലാതും തന്നെ എന്താ പറയുക, കസ്റ്റമർ ഒരു വീഡിയോ അയച്ച് അപ്പം തന്നെ ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഷോർട്സിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ കളർഫുള്ളായിട്ട് വേണ്ട, ഫുള്ള് ബ്ലാക്കിൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുൾ വൈറ്റിൽ ചെയ്യണം അങ്ങനെ വെച്ചെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ചെയ്തു തരും കേട്ടോ. ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. ഇനി ഫറാശി ആയിട്ടുള്ളൊരു പർദ്ദ നിങ്ങൾക്ക് നോർമൽ പർദ്ദയായിട്ട് മതി എന്നാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടാട്ടോ ഈ ഒരു സ്ലീവ് കൊടുത്തിനുള്ളത്. അപ്പോൾ അതിൻ്റെ ഷോളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യണ സമയത്ത് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ പറയാം കേട്ടോ. വേണ്ടിയത് ഷോളിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ, ഇനി സ്ലീവിൽ കഫ് സ്ലീവോ ഇലാസ്റ്റിക് സ്ലീവോ മറ്റേതെങ്കിലും സ്ലീവ് വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു പർദ്ദ കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ വീഡിയോ അയച്ച് തന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും അതുപോലെ തന്നെ ഒരുപാട് നന്ദി കേട്ടോ. സ്ലീവിൽ കേട്ടോ ഒരു വർക്ക് വരുന്നത് നല്ലൊരു ക്രിസ്റ്റലും ട്യൂബും ഒക്കെ ആയിട്ട് നല്ലൊരു വർക്ക് തന്നെ സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലൊരു സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ പർദ്ദനെ, അതിൽ സ്ലിറ്റ് ഉണ്ടോ. ചില പർദ്ദൻ്റെ അടിവശത്ത് സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് 2 സൈഡിലും എന്താ പറയുക ചെറിയ 2 ഓപ്പണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില കസ്റ്റമർ ഓർഡർ ചെയ്യണ സമയത്ത് അത് കാണില്ല. ഓർഡറൊക്കെ തന്ന് അതിപ്പോൾ 54 ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഒരു ഓർഡറൊക്കെ തന്ന് നമ്മളത് എന്താ പറയുക കട്ടിങ് സ്റ്റിച്ചിങ് വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് അയച്ചാലാണ് ചിലപ്പോൾ അവർ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ടായിരുന്നോ ഞാനത് കണ്ടില്ല വീഡിയോയിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് പറയണത്. മാക്സിമം ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, അതിനിങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ട് വേണമെന്നുള്ളത്. എൻ്റെ അടുത്ത് അത് അങ്ങനെ എങ്ങാനും വിട്ടു പോവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പർദ്ദ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുള്ളൊരു പർദ്ദയാണ് കേട്ടോ. പർദ്ദൻ്റെ അടിവശത്തും അതുപോലെ തന്നെ സ്ലീവിലായിട്ടും എന്തൊരു പറയുക ലേസ് വർക്ക് വരണ ഈ ഒരു മോഡൽ നല്ല ഭംഗിയുള്ളതാണ്. ഇനിയില്ലേ ഓർഡർ ചെയ്യണ സമയത്ത് സ്ലീവിൽ മാത്രം ഈ ഒരു വർക്ക് മതിച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ.
കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് സുമിയ പയസ് എന്നാട്ടോ. ഇനി നിങ്ങൾ ഷോപ്പിൽ വരുന്ന സമയത്ത് വിചാരിച്ച മോഡൽ ഇല്ലാച്ചെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡർ കൊടുക്കുക കേട്ടോ. ഞാൻ ഈ സെൽഫിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽഫിൻ്റെ വീഡിയോ ചെയ്തിട്ട് എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള മുഴുവൻ സെൽഫി അപ്പം തന്നെ സ്റ്റോക്ക് ഔട്ടായി. പിന്നെ വെച്ചാൽ അതിന് ശേഷം ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമർ ഇന്നലെയാണല്ലോ വീഡിയോ ചെയ്തത്, പിന്നെ എന്താ സാധനം ഇല്ലാത്ത. നമ്മൾ വീഡിയോ ചെയ്യുന്നത് സെയിലാവാൻ വേണ്ടിയിട്ടാണ്. ഷോപ്പിലുള്ളതിനേക്കാൾ എന്താ പറയുക കൂടുതൽ കസ്റ്റമർ എനിക്ക് ഓൺലൈനിലുണ്ട്. അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഷോപ്പിൽ റെഡി സ്റ്റോക്കിലുള്ളതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. വീഡിയോ ചെയ്യുന്നത് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ പേര് ചോദിക്കും റിപ്ലൈ തരുന്നില്ല, നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യണേ എന്നുള്ളത്. നമ്മൾ ഡെയിലി എന്തിനാണ് വീഡിയോ ചെയ്യണേ? ഓർഡർ കിട്ടാൻ വേണ്ടിയല്ലേ. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുമോ? റിപ്ലൈ കൊടുക്കാണ്ടിരുന്ന് എനിക്ക് ആ ഓർഡർ ക്യാൻസൽ ആവില്ലേ ചെയ്യാൻ. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് റിപ്ലൈ തരായികയല്ല, അത്രയും മെസ്സേജ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് വിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ റിപ്ലൈ കിട്ടാത്തവർ ദയവ് ചെയ്ത് ഫോൺ ചെയ്യുക. രാവിലത്തെ 11 മണി മുതൽ വൈകിട്ടത്തെ 5 മണി വരെ നിൽക്കുന്ന ഫോണും ചെയ്യാം കേട്ടോ. പിന്നെ ഓർഡർ തന്നിട്ടുള്ളവരെടുത്താട്ടോ. ഓർഡർ തന്നിട്ടുള്ളവർക്ക് അങ്ങനെ കൃത്യ ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് ടൈമിലും വിളിക്കുക കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദകളാണ് എല്ലാതും തന്നെ. വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കുക. ഒക്കെ ഇതും ചെയ്യണത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലോത്തിലാണ്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കൊണ്ടു. മെസ്സേജിന് റിപ്ലൈ ഇല്ലാച്ചെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകം പറയണത്, അത്രയും മെസ്സേജാണ്. അപ്പോൾ റിപ്ലൈ കിട്ടാത്തൊരു ദയവ് ചെയ്ത് ഫോൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ സെയിം ഈ ഒരു പർദ്ദ മറ്റൊരു കളറിൽ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ CY ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. മാച്ചാകുന്ന രീതിയിൽ ഷോള്, ആ ഒരു ത്രെഡിന് മാച്ചാകുന്ന രീതിയിൽ, പൈപ്പിങ്ങിന് മാച്ചാകുന്ന രീതിയിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് CY ക്ലോത്ത് എങ്ങനെയാണ്, ഇടാൻ സുഖമുള്ള ക്ലോത്താണോ, നല്ലതാണോ? അതിപ്പോൾ ഞാൻ തന്നെ പറയുകയാണ് എൻ്റെ ക്ലോത്ത് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നമ്മളത് സെയിലാവാൻ വേണ്ടി പറയാൻ വിചാരിക്കും. ക്ലോത്ത് എനിക്ക് കൂടുതലും അതിലിടാൻ സുഖമായിട്ട് തോന്നിയിട്ടുള്ള ക്ലോത്ത് CY ആട്ടോ. അപ്പോൾ CY ക്ലോത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ കാണുന്നുണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. എടുത്തിട്ടുള്ളവർ ദയവേത് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസിലും ഞാനൊരു കാര്യം പറയും, നിങ്ങൾ എടുത്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുമെന്നുള്ളത്. ആ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എടുത്തിട്ടുള്ളവർക്കല്ലേ ക്ലോത്തിനെ പറ്റി, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എടുത്തൊരിക്കലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയണേ. പക്ഷെ ആരും തന്നെ കമൻറ്റ് ചെയ്യില്ല. എടുത്തിട്ടുള്ളവർ ജസ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. നല്ലൊരു ത്രെഡ് വർക്കിലാട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ബ്ലാക്കിൽ വൈറ്റ് കളറാണ്. നിങ്ങൾക്കിപ്പോൾ നേവി ബ്ലൂ കളറിൽ പർദ്ദ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രേ കളറിൽ പർദ്ദ ചെയ്യണം, കളർ പർദ്ദ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കളർ ചാർട്ട് അയച്ചു തരും കേട്ടോ. നിതയിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ, ഇനി CY ക്ലോത്തിലോ ഒർക്സാറിലോ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ത്രെഡ് വർക്കിൻ്റെ കളർ ഇത് വേണ്ടാന്നുള്ളവരുണ്ടാവും, നിങ്ങൾക്കൊരു ഇഷ്ടമുള്ളൊരു കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണ്ടുന്നവരും പറയുള്ളൂ. പിന്നെ ഞാൻ പറയാറുണ്ട് എനിക്ക് ഏത് മോഡലിലും കസ്റ്റമൈസ് ചെയ്ത് തരും എന്നുള്ളത്. ഒരു രസം പറയാം കേട്ടോ, നല്ലൊരു എന്താ പറയുക, ആളിനെ കളിയാക്കുകയൊന്നുമല്ല. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ആ കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ഒരു പർദ്ദ ചെയ്യണം, പക്ഷേ സ്ലീവ് ഇങ്ങനെ, പർദ്ദൻ്റെ നെക്ക് ഇങ്ങനെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാച്ചാൽ നെക്ക് റൗണ്ടല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു നെക്കല്ല. ഒരു കോളർ വന്നിട്ട് അതുമ്മൽ വർക്ക് വരുന്നൊരു നെക്കാണ് അവർ ഉദ്ദേശിച്ചത്. സ്ലീവ് കാണിച്ചത് എന്താ പറയുക, ഇലാസ്റ്റിക്കും അല്ല, ബെല്ലും അല്ല, കഫും അല്ലാത്ത ടൈപ്പ് ഒരു സ്ലീവാണ്. ഒരു ക്യാൻവാസ് വെച്ചിട്ടൊരു ഓപ്പണൊക്കെ കൊടുത്തിട്ടുള്ളൊരു സ്ലീവ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഷോൾഡറിൽ ഞെറിവ് ഒക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലല്ലാത്ത കുറേ ചാനലത്തെ എന്താ പറയുക, ഒരു ചാനലിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ചിലപ്പോൾ അത് 5 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് 10 മിനിറ്റ് ആവും അല്ലേ, ചിലപ്പോൾ അതൊരു 2 മിനിറ്റ് വീഡിയോ ആയിരിക്കും. ഷോർട്സ് ആണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു 5 മിനിറ്റിലുള്ള 8ാമത്തെ പർദ്ദ കണ്ടുപിടിക്കുക വെച്ചാൽ ഭയങ്കര പാടാണ്. ആരെ ചാനലിലാണെങ്കിലും എൻ്റെതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, ഞാൻ ചെയ്ത വീഡിയോ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 4 വീഡിയോ പർദ്ദൻ്റെ 4 ചാനലത്തെ വീഡിയോ ഇട്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്ലീവ്, ഈ ഒരു കാര്യം, അത് ഇതൊക്കെ പറയണത്. അതിൽ സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ലീവ് മനസ്സിലാവുകയോ ഇല്ല, എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഓർഡറുകൾ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര പാടാണ്. ആ ഒരു വീഡിയോ കണ്ടു തീർന്ന് അതിൽ നിന്ന് ആ ഒരു പർദ്ദ കണ്ടുപിടിക്കാൻ തന്നെ നല്ല പാടാണ്. അതിൻ്റെ സ്ലീവ് അതിൽ നിന്ന് നോക്കി നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവണില്ല. അതുപോലെ തന്നെ മറ്റേ ചാനലിൽ പോയിട്ട് അതിൻ്റെ നെക്ക്
ആ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാണ്ട് എനിക്കത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി എന്താ പറയുക ചാനലത്തത് എടുത്തിട്ടുകൊണ്ട് ഷോർട്സ് ആണെങ്കിലും ഓക്കെ, ഈ ഒരു ഷോർട്സിലുള്ള ഇന്ന വീഡിയോ ചെയ്യണം, നെക്ക് ഇങ്ങനെ മതി, അല്ലെങ്കിൽ സ്ലീവ് ഇങ്ങനെ മതി, അങ്ങനെയൊക്കെ ഓക്കെയാണ്. അല്ലാത്ത വീഡിയോസ് ലോങ് വീഡിയോ എടുത്തിട്ട് ഇതിലെ 8ാമത്തെ പർദ്ദ, അതുപോലെ തന്നെ സ്ലീവ് ഇപ്പുറത്തെ വീഡിയോയിലത്തെ 6ാമത്തതിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്ക്രീൻഷോട്ടാണെങ്കിൽ ക്ലിയർ ആവാത്തതുകൊണ്ടുമാണ്. അവരെ കുറ്റം പറയണതല്ല കേട്ടോ, ഞാനായിട്ട് പറഞ്ഞതാണ് എങ്ങനെയാണെങ്കിലും ചെയ്തു തരുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ എനിക്ക് പാടാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറയണത്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു പർദ്ദ കാണിച്ചിട്ട് സ്ലീവിൻ്റെ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ കഫ് സ്ലീവോ വേണം, അല്ലെങ്കിൽ ഫുൾ ലെങ്ത് 58 വേണം, ചെസ്റ്റ് ഹിപ്പ് നല്ലോണം ഉണ്ട്, അതിനനുസരിച്ച് ലൂസ് ഇടണം, അങ്ങനെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്പർ എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ വീഡിയോൻ്റെയും കമൻറ്റ് ബോക്സ് എടുത്താൽ നിങ്ങൾക്ക് ഷോപ്പിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കാണാൻ പറ്റും. ഷോപ്പിലേക്ക് വരണം എന്നുള്ളവർ എന്താ ചെയ്യുക, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ വിട്ടുതരുന്നതാട്ടോ. എൻ്റെ ഒരു ഷോപ്പ് വരുന്നത് പറഞ്ഞല്ലോ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിട്ടിയിൽ തലാൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് സുമിയ ബയാസ് എന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഷോപ്പിൽ വരുന്ന സമയത്ത് വിചാരിച്ച മോഡൽ പർദ്ദയില്ല അല്ലെങ്കിൽ സെലഫി ഇല്ല, അങ്ങനെ ആച്ചെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുന്നുണ്ടു. ഇനി നിങ്ങൾ ഏത് മോഡൽ അയച്ചു കഴിഞ്ഞാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്ലീസ് ഒന്ന് ആ കണ്ട വീഡിയോൻ്റെ ലിങ്ക് അയക്കുക കേട്ടോ. എൻ്റേതല്ലാത്ത ചാനലായിക്കോട്ടെ, എൻ്റേതായിട്ടുള്ള ചാനലായിക്കോട്ടെ. ഒരുപാട് വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതേതാ പർദ്ദാന്ന് കണ്ടുപിടിക്കുക ഇത്തിരി പാടാണ് കേട്ടോ. അപ്പം കാണുന്നവർ ദയവേത് ലിങ്ക് അയക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഞാൻ മുന്നൊരു വീഡിയോ ഷോപ്പിൽ നിന്ന് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹജറാജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, അവരെ കമൻസാണ് കൂടുതലുണ്ടാവുക. സെലീന പി പറഞ്ഞ ഒരാളുടെ കമൻറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, അവരുടെ പേര് യൂട്യൂബിൽ വന്നില്ല കേട്ടോ. എനിക്ക് സങ്കടം തോന്നി. കാരണം എൻ്റെ എല്ലാ ചാനലിലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ സെലീന പി അതുപോലെ തന്നെ ഹാജറ ഹാജു ഈ 2 പേരുടെ കമൻസ് ആയിട്ടുണ്ടാവുക. പക്ഷേ യൂട്യൂബ് സെലക്ട് ചെയ്തത് ഹാജറ ഹാജു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ്. സെലീന പീൻ്റെത് എന്തുകൊണ്ട് അങ്ങനെ കമൻറ്റിൽ അങ്ങനെ വരാത്തത് എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വെച്ചാൽ ഹാജറാജു എന്ന് പറഞ്ഞ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമായ പർദ്ദൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റൊരു കാര്യം വിട്ടു വെച്ചാൽ ആ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വിട്ടുപോയതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കസ്റ്റമർ റിവ്യൂവിൻ്റെ കൂടെ ഫസ്റ്റിൽ അത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അവർക്ക് പർദ്ദ അയച്ച സമയത്ത് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് കമൻസ് ഒന്നും യൂട്യൂബിൽ പോയി ചെയ്യാത്ത ആളാണ്. നിങ്ങളെ വീഡിയോ എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി കേട്ടപ്പം. അതുപോലെ തന്നെ അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഈ ഒരു പർദ്ദൻ്റെ വെച്ചാൽ സൈഡിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലിയിലായിരിക്കെങ്കിലുമൊക്കെ പർദ്ദ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടു. അപ്പോൾ ചിലവർ പറയും ഈ ഒരു പ്ലീറ്റ്സ് ഇല്ലാണ്ട് വേണമെന്നുള്ളത്. ചിലവർക്ക് പ്ലീറ്റ്സ് വേണമെന്ന് പറയുന്നവരുണ്ട്. ചിലവർ പ്ലീറ്റ്സ് കാണാത്തവരുണ്ട് കേട്ടോ. കാരണം ഓർഡർ ചെയ്ത് കയ്യിൽ കിട്ടുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പ്ലീറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അറിയില്ല, വീഡിയോയിൽ കൃത്യമായിട്ടൊക്കെ കാണിക്കണമുണ്ട്. ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ്സ് വേണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ല. കാരണം പ്ലീറ്റ്സ് ഉള്ള മോഡലാണല്ലോ. അപ്പോൾ സ്ലിറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ചോദിക്കും കേട്ടോ. പർദ്ദൻ്റെ അടിവശത്ത് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്, അത് പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പറയാറുമുണ്ട്. അതുപോലെ തന്നെ വർക്കിൻ്റെ കളർ കസ്റ്റമൈസ്ഡ് ആട്ടോ. നിങ്ങൾക്ക് ബ്ലാക്ക്, കോപ്പർ, സിൽവർ, ഗോൾഡ്, ഗ്രേ, പിങ്ക്, വൈറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതിലില്ലാത്ത കളർ വേണമെച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്തു തരുന്നതാണ്. ഓർഡർ ചെയ്യണ സമയത്ത് എന്താണോ വേണ്ടതെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടു. അതുപോലെ തന്നെ ഓർഡർ ചെയ്യണ സമയത്ത് ഇഷ്ടമായ പർദ്ദൻ്റെ സ്ക്രീൻഷോട്ടും ആ കണ്ട വീഡിയോൻ്റെ ലിങ്കും കൂടെ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടത്, അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആണോ, അല്ലെങ്കിൽ പാല് കുടിക്കുന്ന കുട്ടികൾക്കുള്ള ഉമ്മമാരച്ചാൽ ഫീഡിങ് പേർപ്പസ് വെച്ചിട്ടാണോ. ഫീഡിങ്ങിന് വെച്ചാൽ നമ്മൾ പ്രസ് ബട്ടൺ കൊടുക്കും 2 അത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഷോൾഡറിൽ സിബ് പറയുന്നവരുണ്ട്, ഷോൾഡറിൽ അതുപോലെ തന്നെ ബട്ടൺസ് പറയുന്നവരുണ്ട്.
അതുപോലെ തന്നെ ഫീലിങ്ങിന് ഹൈഡായിട്ടുള്ള സിപ്പ് ഫ്രണ്ടിലേക്ക് കൊടുക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു തരുന്നതാണ്. ഓർഡർ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ മെസ്സേജ് നോക്കുന്നില്ല എന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞ് വെച്ചുകൊണ്ട് മെസ്സേജ് നോക്കായികയല്ല. ഇനി ഞാൻ നിങ്ങളെ മെസ്സേജ് നോക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ആ ഫോൺ ഒരു തവണ അടിച്ചോ ഇവരെടുക്കുന്നില്ലല്ലോ മതി അങ്ങനെ വിചാരിക്കല്ലേ. ഒരുപാട് തിരക്കിനിടയിലാണ് ഞാനും ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യണേ, വീട്ടിലത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഷോപ്പിലൊരു സബ്സ്ക്രൈബറൊക്കെ വന്നിട്ടുണ്ട് വെച്ചാൽ അവിടേക്ക് ഓടണം. എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഫോൺ എടുക്കാണ്ടിരിക്കില്ല. പിന്നെ സേവ് ആകാത്ത നമ്പർ എനിക്ക് ഒരുപാട് കോൾസ് വരുന്നോട്ട് തന്നെ എല്ലാത്തിലും ഞാൻ മാക്സിമം തിരിച്ച് വിളിക്കാൻ നോക്കലുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോകുന്നത് നിങ്ങളാണോ എന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ഈ ഒരു വേറൊരു ചാനൽ അയച്ചു തന്നിട്ട് അതിലെ വീഡിയോ ആട്ടോ ഇത്, അവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവർ താഴത്തോട്ടും ലീഫൊക്കെ മുകളിലോട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഫ്ലവറൊക്കെ മുകളിലോട്ട് വരുന്ന വിധത്തിൽ ചെയ്യണം എന്നാണ് കേട്ടോ. ഗ്രേ കളറിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങളെ സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ. കാരണം നിങ്ങൾ ഈ വീഡിയോ അയച്ചിട്ടില്ല എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഈ അയച്ചു തരുന്ന ഓരോ വീഡിയോ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ്. നിങ്ങൾ ഹാപ്പി ആയി എന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് തന്നില്ല വെച്ചാൽ എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തുക, എൻ്റെ ഫാമിലീനെ ഒക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളവർ ഒരുപാട് എന്താ പറയുക, എനിക്ക് ഓർഡർ ചെയ്തിട്ടുള്ളവർ ഒരു പുറത്തുള്ള ഒരാളായിട്ട് എനിക്ക് ഇന്നേ വരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക അറിയാൻ പറ്റുന്നവരായിരിക്കും എൻ്റെ കസ്റ്റമർ എന്നാണ് എൻ്റെ ഒരു ഓർഡർ തന്നിട്ടുള്ളവർ പറയുന്നുണ്ടോ. ഞാനും കസ്റ്റമറുമായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പുറത്തുള്ള ഒരാളായിട്ട് എനിക്ക് പിന്നെ അവർ ഫീൽ ചെയ്യില്ല കേട്ടോ. എൻ്റെ വീട്ടിലെ ഒരാളെങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് എൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓർഡർ ചെയ്തതിനുള്ളവർ കമൻറ്റ് ചെയ്യുന്നുണ്ടോ, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ പർദ്ദയുടെ കാര്യങ്ങളായിക്കോട്ടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് കൊടുത്തിനുള്ളതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പർദ്ദകളാണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ എനിക്ക് കസ്റ്റമർ റിവ്യൂ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഒരുപാട് പേര് കസ്റ്റമർ റിവ്യൂ അയച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി ഒരാളെന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഭംഗിയുള്ള പർദ്ദകളാണ് എല്ലാതും കൊടുത്തിനുള്ളത്. വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കൊണ്ടു. മെസ്സേജിന് റിപ്ലൈ ഇല്ലാച്ചെങ്കിൽ പ്ലീസ് ഒന്ന് ഫോൺ ചെയ്യുകൊണ്ടു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഷോപ്പ് ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലാണ് രാവിലത്തെ 10 മണി മുതൽ ഷോപ്പ് ഉണ്ടാവും. ഷോപ്പിൽ വരണം എന്നുള്ളവർ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ വിട്ടുതരുന്നതാണ്. ഞായറാഴ്ച ഷോപ്പില്ല, അതുപോലെ തന്നെ ഞാനും ഞായറാഴ്ച ലീവാണ് കേട്ടോ. ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് ഞായർ എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കാണ്. രാവിലത്തെ ആ ഒരു 11 മണിന്ന് നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും ആ ഒരു 11 മണിക്കേക്ക് എൻ്റെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ആ ഒരു 11 മണി തൊട്ട് ആ ബാക്കിയുള്ള ടൈം ഫുൾ ഞാൻ ഓൺലൈനിൽ ഇരിക്കണേ. അതിൽ ഞാൻ ഒരു 4-5 തവണ എണീക്കുക വെച്ചാൽ ഒന്ന് ഫുഡ് കാര്യങ്ങൾ, നിസ്കാരം, പിന്നെ ബാത്റൂമിൽ പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട് വെച്ചാൽ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, പിന്നെ വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അല്ല ഞാൻ അഥവാ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് വരുമ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ടൈമിലും ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും കേട്ടോ. ചിലൊരു മെസ്സേജ് അയക്കണ സമയത്തായിരിക്കും എനിക്ക് ഗസ്റ്റ് വരിക. അപ്പോൾ എനിക്ക് ആ മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ആരെങ്കിലും വരുന്ന സമയത്തായിരിക്കും ഫോൺ അടിക്കുക. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ഞാൻ ഫോൺ എടുക്കണ സമയത്ത് തിരിച്ച് വിളിക്കലുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരെയും ഞാൻ തിരിച്ച് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ആ മെസ്സേജിന് ഞാൻ ജസ്റ്റ് എൻ്റെ ഷോപ്പിൻ്റെ ഒരു സ്റ്റിക്കർ ഇട്ടു. അവരെൻ്റെ അടുത്ത് ചോദിക്കണം ആരാ എന്താ എങ്ങനെയാണെന്നൊക്കെ. ഞാൻ ഓർഡർ കിട്ടാൻ വേണ്ടി സ്റ്റിക്കർ ഇട്ടതല്ല. ഞാൻ ആ മെസ്സേജ് എപ്പോഴാണോ കാണുന്നത് അതിനൊരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് സ്റ്റിക്കർ ഇടുന്നത്. അല്ലാണ്ട് നിങ്ങൾ എനിക്ക് ഓർഡർ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാറുമില്ല. അപ്പോൾ നമ്മളൊരു റിപ്ലൈ കൊടുത്തു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സ്റ്റിക്കർ ഇട്ടിനുള്ളത്. അപ്പോൾ റിപ്ലൈ കിട്ടാത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അറിഞ്ഞു വെച്ചുകൊണ്ട് ആർക്കും റിപ്ലൈ കൊടുക്കാണ്ടിരിക്കില്ല. ഒരുപാട് മെസ്സേജ് ഉള്ളത് കൊണ്ടാണ്.
ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇത്രയും നന്നായിട്ട് ഈ ഒരു വീഡിയോ ഇട്ട് ചെയ്യണമെന്ന് ഞാൻ അവരെടുത്തോ അല്ലെങ്കിൽ ആരെടുത്തും ഞാൻ പറയാറില്ല കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ക്യാമറേൻ്റെ മുന്നിലൊക്കെ വന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു നാണുള്ള ആളാട്ടോ. അപ്പോൾ മറ്റൊരാളോട് ഞാൻ ഒരിക്കലും തന്നെ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയും എനിക്ക് പർദ്ദ ഇടാൻ പറ്റൂല വെച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടീനെ കൊണ്ട് പർദ്ദ ഇടിച്ച് വീഡിയോ ചെയ്തുകൂടെ എന്നുള്ളത്. ഞാൻ അവരുടെ അടുത്ത് ഇന്ന് വരെ എൻ്റെ ഒരു പർദ്ദ ഇട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് ഷോപ്പിൽ നിൽക്കുന്ന കുട്ടീനോടായിക്കോട്ടെ ആരോടും പറയലില്ല. ഇതിന് മുന്നേ ഷോപ്പിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് അവരാ ഇഷ്ടത്തിന് തന്നെ പർദ്ദൻ്റെ വീഡിയോ ഇട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടോ. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിനുമുണ്ട്. അല്ലാത്തതുകൊണ്ട് എനിക്കൊരാളോട് എനിക്കുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരാളോടും തന്നെ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ അല്ല കുട്ടീനോടായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു പർദ്ദ ഇട്ട് നീ ഒരു വീഡിയോ ചെയ്യ് എന്ന് ഞാൻ പറയാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇഷ്ടമുണ്ട് വെച്ചാൽ അവർ ഓൾറെഡി പറയും ഞാനിത് വീഡിയോ ചെയ്ത് മറ്റേ കുട്ടി പറഞ്ഞ പോലെ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് വീഡിയോ അയച്ചു തരട്ടെ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പർദ്ദ ഇട്ട് കഴിഞ്ഞാലാണ് കൂടുതൽ മനസ്സിലാവുക. അത് എനിക്കും അറിയാം. പിന്നെ ഞാൻ വിചാരിക്കും ഡിസ്പ്ലേക്ക് ഇട്ട് വീഡിയോ ചെയ്യാന്നുള്ളത് പറയാച്ചാൽ ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ഞാൻ അധികം ഷോപ്പിൽ പോവുക രാത്രി പോയി കഴിഞ്ഞാൽ തന്നെ ഡിസ്പ്ലേയിലിട്ട് എന്താ പറയുക ചേഞ്ച് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടാണ്. ഷോപ്പിൽ നിൽക്കുന്നവർക്കാട്ടോ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാവുക. അപ്പോൾ വീഡിയോയിൽ ഏതൊക്കെയോ പറഞ്ഞ് പർദ്ദൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേ ചെയ്ത് ഞാൻ ഒന്നാമത് രാത്രി ഷോപ്പിൽ പോകണത് തന്നെ പകൽ പോകുന്ന സമയത്ത് ഷോപ്പിൽ കസ്റ്റമർ ഉണ്ടാകുമ്പം അവർക്കത് ബുദ്ധിമുട്ടാണ്. കൂടാണ്ട് എനിക്കത് കുറച്ച് പ്രയാസമാണ്. കാരണം വീഡിയോ ചെയ്യണ സമയത്ത് കസ്റ്റമർ വരുമ്പോൾ നമുക്കതൊരു പ്രയാസമല്ലേ, വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോപ്പ് പൂട്ടി കഴിഞ്ഞാൽ രാത്രി പോയിട്ടാട്ടോ വീഡിയോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ അയച്ചു തന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഒന്നുകൂടി പറയാണ് ഒരുപാട് നന്ദി. ഒരു സപ്പോർട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് വീഡിയോ എന്നും ഇതിന് തേടി ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ടൈം കൂടി വരികയാണ്. ഇതിനനുസരിച്ചിട്ട് എന്താ പറയുക സംസാരിക്കുകയും വേണ്ടേ, ഇതിൻ്റെ കാര്യങ്ങൾ കൂടെ പറയണ്ടേ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കസ്റ്റമറിൻ്റെ മോനാ തോന്നുന്നു വീഡിയോ ഈ ഒരു പർദ്ദനെ മൊത്തത്തിൽ കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ പറയുണ്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് വെച്ചാൽ ഇൻഷാല്ല ഇനിയുള്ള വീഡിയോസും ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. കസ്റ്റമർ റിവ്യൂ എല്ലാതും ഞാൻ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. എല്ലാതിൻ്റെയും വീഡിയോ ഇതിൽ ആഡ് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ വീഡിയോ കയ്യിലുണ്ട് വെച്ച് അയച്ചു തരുന്നതാണ്. സത്യം പറയാച്ച ഇതിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിലില്ല കേട്ടോ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് കസ്റ്റമർ അയക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നൊരു കാര്യം പറയട്ടെ, കസ്റ്റമർ റിവ്യൂവിൽ സ്ലീവ് അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ആയിരിക്കും അതിൻ്റെ അകത്തുള്ള സ്ലീവ് ആയിരിക്കില്ല കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവുക. ഈ ഒരു പർദ്ദൻ്റെ ബെൽ സ്ലീവ് ആട്ടോ, പക്ഷേ കസ്റ്റമർ പറഞ്ഞ സ്ലീവ് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു സ്മോക്കി സ്ലീവാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ഓർഡർ ചെയ്യണ സമയത്ത് ആ ഒരു കസ്റ്റമർ റിവ്യൂവിലുള്ള പർദ്ദ വേണമെന്ന് കഴിഞ്ഞാൽ ആ കസ്റ്റമർ റിവ്യൂ മാത്രം അയച്ചു തരാം കേട്ടോ. അതിനകത്തുള്ള സ്ലീവൊക്കെ സെയിം ആണെങ്കിൽ സെയിം സ്ലീവ് എന്ന് പറയാം. ഇത് വേറൊരു ചാനലിലെ ലിങ്ക് ഇതൊരു ചാനൽ കണ്ടിട്ട് കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ കോപ്പർ കളറിലാട്ടോ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു കിട്ടിയപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളൊരു പർദ്ദയാണ്. പിന്നെ ഉണ്ടല്ലോ ഫറാശ ആയിട്ടുള്ള മോഡലൊക്കെ നിങ്ങൾക്ക് ഫറാശ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ പറയും ഫറാശ വേണ്ട നോർമൽ മതി എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോർമൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫറാശ വേണ്ട എന്നുള്ളത് പറയും. നോർമൽ പർദ്ദ ഫറാശയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്താ പറയുക ഫറാശ വേണ്ട നോർമൽ മതി എന്നുള്ളത് അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം കേട്ടോ. ഇടയ്ക്കൊരു ഉമ്മ വിളിച്ച് ഫോണിൽ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കും അറിയാമല്ലോ ചില ഉമ്മമാർക്ക് ടൈപ്പിങ്ങൊന്നും അറിയില്ല. വാട്സപ്പൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും, പക്ഷേ ടൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ടും അവർക്ക് പർദ്ദ വാങ്ങിക്കണം എന്നുള്ളവരുണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം കേട്ടോ. ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് എനിക്ക് 60 വയസ്സുണ്ട്, അപ്പോൾ എനിക്ക് ഈ ഒരു പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ബോറാവുമോ? ഞാൻ ചോദിച്ചു പർദ്ദ ഇടുന്നത് കൊണ്ട് സാധാരണ നിങ്ങൾ ഇങ്ങനത്തെ മോഡലൊക്കെ പർദ്ദ ഇടുന്നതാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇടുന്നതാണോ? ഇല്ല എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ മോഡൽ, ഫസ്റ്റ് ടൈമാണ് ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞു.
ഒന്നുമില്ല കേട്ടോ. മുട്ടിന് താഴെ കുറച്ച് പ്ലീറ്റ്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ വർക്കുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൽക്കും കുറച്ച് പ്ലീറ്റ്സ് വരുന്നത്, അങ്ങനെ എന്തോ ഒരു മോഡലാട്ടോ അയച്ചിനുള്ളത്. പക്ഷെ അതിനകത്ത് വർക്ക് വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ, അങ്ങനത്തെ ഒരു കളറായിരുന്നു. അപ്പോൾ അവർക്കത് ഒരുപാട് ഇഷ്ടമായി. ബോറുണ്ടാവുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ പർദ്ദാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഏജിൻ്റെ കാര്യങ്ങൾ വിട്, ബാക്കിയുള്ളത് ഇഷ്ടങ്ങൾ ചെയ്യുക. പർദ്ദാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മറിയല്ലേ, അല്ലാണ്ട് പർദ്ദക്ക് ഹാഫ് സ്ലീവിലുള്ള പർദ്ദയൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഉമ്മമാർ ഇട്ടോട്ടെ, അവരെ ഇഷ്ടമല്ലേ, അവർക്ക് പണ്ടോ ഇടാൻ പറ്റിയില്ല, ആ സമയത്ത് ഈ ഒരു മോഡൽ പർദ്ദ ഉണ്ടാവില്ല. അവർക്ക് ഓരോരുത്തരുടെ ഏജിനനുസരിച്ച് പർദ്ദ ഇടണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ഏജിൽ ഈ ഒരു പർദ്ദ ഇടാവൂ എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓർഡർ ചെയ്യുന്നവരെ മക്കൾക്ക് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനത്തെ പർദ്ദയൊന്നും ഇടുന്നത്. എന്തുകൊണ്ടത് മക്കൾക്ക് ഇഷ്ടമില്ലാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഉമ്മ നല്ല പർദ്ദ ഇടുന്നൊക്കെ നല്ല ഇഷ്ടമാണ്. അല്ലാത്തണ്ട് മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ഇടുന്ന ഡ്രസ്സിലൊക്കെ അങ്ങനെ ഒരു കണക്കുണ്ടോ അറിയില്ല കേട്ടോ. മക്കൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മക്കൾ സപ്പോർട്ട് ചെയ്യാത്ത ഉമ്മമാരാണ് ഇങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പർദ്ദ ഇഷ്ടമായിട്ട് അത് എടുക്കുമ്പോൾ പോലും അത് മക്കളെ മുന്നിലാണ് അവർ, അല്ലാണ്ട് ആൾക്കാരെന്തേലും പറയുമോ എന്നല്ല ചോദിക്കുന്നത്. മക്കൾക്കത് ഇഷ്ടപ്പെടുമോ, കുട്ടികളത് പറയൂലേ എന്ന് അവർ പറയണേ. അപ്പോൾ അങ്ങനെയുള്ളവരടുത്താണ് നിങ്ങളെ ഉമ്മമാർ ഏതാണോ പർദ്ദ ഇഷ്ടം, ഇനിയിപ്പം ഗോൾഡൻ കളറിൽ കല്ല് മുത്ത് വർക്ക് അങ്ങനെ വേണ്ടാച്ചെങ്കിൽ ഫുൾ ബ്ലാക്കിൽ ചെയ്തോട്ടെ, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാത്തണ്ട് ഒരുപാട് തിളക്കം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ, അപ്പോൾ ഇത് ഓർഡർ കിട്ടാൻ വേണ്ടി ഞാൻ പറയണതൊന്നുമല്ല. നിങ്ങൾ ഓർഡർ ആർക്ക് കൊടുക്കുന്ന വെച്ചെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ കൊടുക്കട്ടെ. എന്തായാലും പർദ്ദയിൽ ഹാഫ് സ്ലീവോ അല്ലെങ്കിൽ ഫ്രണ്ട് ഫുള്ള് ഓപ്പൺ ആക്കി ഇട്ടിട്ടോ അല്ലല്ലോ ചോദിക്കണേ. കുറച്ചധികം വർക്കുള്ള പർദ്ദ എടുത്തോട്ടെ എന്നുള്ളതല്ലേ. അവർ സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോവല്ലേ വേണ്ടത്. ഏജാണോ അവിടെ വിഷയം? അപ്പോൾ കുറേ പേര് പറയും എൻ്റെ ഉമ്മാക്കാണ് സ്ലീവിൽ മാത്രം സിമ്പിൾ വർക്ക് മതി, ഒട്ടും വർക്കേ ഇല്ലെങ്കിൽ സാരമില്ല, സ്ലീവിൻ്റെ ലാസ്റ്റിക് വെച്ചൊരു പർദ്ദ മതി. അപ്പോൾ അങ്ങനെ ഓർഡർ തന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഇനി ഉമ്മമാർ തന്നെ ഓർഡർ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വർക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് സമയമാകുമ്പോൾ ആ ഒരു പർദ്ദ മോള് പറയണു ഒരുപാട് വർക്കുണ്ട്, വേണ്ട ഉമ്മ വേറെ എടുത്തോ, സിമ്പിളായിട്ട് സ്ലീവിൽ മാത്രം വർക്ക് മതി എന്നുള്ളത്. സങ്കടം തോന്നിയൊരു കാര്യം കേട്ടോ. ഞാൻ സത്യം പറയാലോ, ഷോപ്പിൽ വരുന്നവരെടുത്ത് അയക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഉമ്മാക്കാണ് സ്ലീവിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു വർക്ക് മതി. ആ ഉമ്മാക്കാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് വർക്ക് ഉള്ളതാണോ വർക്ക് ഇല്ലാത്തതാണോ ഇഷ്ടം എന്നുള്ളത്? അറിയില്ല കേട്ടോ. നേരെ കുറച്ച് ചില കസ്റ്റമർ വന്ന് പറയും വർക്ക് അധികം ഉമ്മാക്ക് ഇഷ്ടമല്ല, സ്ലീവിൽ മാത്രം വർക്കുള്ള പർദ്ദ മതി. ഓക്കെ, ഇത് രണ്ട് തരത്തിലുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയണത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചു നോക്കൊണ്ടു ഉമ്മമാരുടെ അടുത്ത്, ഉമ്മ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് പർദ്ദ വേണ്ടത്, ഇങ്ങനൊരു കല്യാണം ഉണ്ടല്ലോ എങ്ങനത്തെയാണ് വേണ്ടത്, സെൽഫി നല്ല വർക്കുള്ള എടുത്താൽ ഇപ്രാവശ്യം. അപ്പോൾ അവർ പറയും, ഫസ്റ്റ് അവർ ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ ഇട്ടാൽ എന്നാണ്. അല്ലാണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന അവരൊരിക്കലും ചോദിക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഓർഡർ തരുന്നവർ എൻ്റെ അടുത്ത് പറയുന്നതാണ് കുട്ടികൾക്ക് അത് ഇഷ്ടാവില്ല എന്നുള്ളത്. ചെറിയൊരു കാര്യം വലിച്ച് നീട്ടുകയല്ല കേട്ടോ, പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായും വിചാരിക്കണം. ഈ ഒരു കസ്റ്റമർ ഈ ഒരു പർദ്ദ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെല്ലായിട്ടുള്ള സ്ലീവാണ്, വർക്കിൻ്റെ കളറും വ്യത്യാസമുണ്ട്. കസ്റ്റമർ പറഞ്ഞത് ബേബി പിങ്കും ഗോൾഡും ആയിട്ട് ചെയ്യാനാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കളറിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് ചെയ്തു വന്നപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്തതാണ് കുറച്ചുകൂടി ഭംഗി എന്നൊക്കെ പറഞ്ഞു കേട്ടോ, ഇതിനേക്കാളും ഭംഗി എന്നുള്ളത്. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാരും വീഡിയോ എടുത്തു കൊടുക്കാനില്ലായിട്ട് അവരങ്ങനെ കിട്ടിയ പർദ്ദ ഒന്ന് ബെഡിൽ നിവർത്തി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാട്ടോ. ഈ ഒരു വലിപ്പം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിലാട്ടോ ഇത് ചെയ്യിച്ചിട്ടുള്ളത്. തോന്നുന്നു അംബ്രല്ല ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീതി നിങ്ങൾക്ക് അടിവശം കണ്ടാൽ മനസ്സിലാവില്ല. ഒന്നുകൂടി നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബെഡിനനുസരിച്ച് തന്നെ ആ ഒരു വീതി നിൽക്കും. സ്കാലപ്പും മിറർ വർക്ക് കേട്ടോ സ്ലീവിൽ വന്നിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ എടുത്ത് അയച്ചു തന്ന എല്ലാവരുടെ അടുത്തും. ചിലവരിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞിട്ട് ബെഡിൽ നിവർത്തി വെച്ചിട്ടുള്ളതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ചിലവർ ഇട്ട് അയച്ചു തന്നിട്ടുണ്ട്. ചിലവർ വീഡിയോ എടുക്കാനേ പറ്റാഞ്ഞിട്ട് ഫോൺ ചെയ്ത് പറയുന്നവരുണ്ട്, ഇങ്ങനെ ആ പർദ്ദ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. വീഡിയോ ഇട്ട് അയച്ചു തരുന്നവരുണ്ട്, അല്ലാണ്ട് അയച്ചു തരുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരാൾ വീഡിയോ ഇട്ട് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പർദ്ദയാണ് കൂടുതൽ ഇഷ്ടമായത്. 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഈ ഒരു പർദ്ദയാണ്. റൗണ്ട് നെക്ക് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടായിട്ട് 2 പർദ്ദയും ചേച്ചിനുള്ളത്. ഇത് ഷോളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ
നിങ്ങൾക്ക് ഇഷ്ടമായ പർദ്ദ ഉണ്ട് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അതിൻ്റെ കൂടെ നിങ്ങളെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിടുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയാണ്, ഫോൺ നമ്പർ വെക്കണ സമയത്ത് തെറ്റാണ്ട് വെക്കാനായിട്ട് നോക്കുക. പിൻകോഡ്, ഫോൺ നമ്പർ തെറ്റി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കത് കിട്ടില്ല, കസ്റ്റമർക്കും അത് കിട്ടില്ല, തിരിച്ചത് റിട്ടേൺ വരും. പിന്നെ ഞാൻ അയക്കണമെന്ന് വെച്ചാൽ പിന്നെയും ഷിപ്പിംഗ് ചാർജ് വേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്, പക്ഷേ നമുക്കത് ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടമായി അവർക്ക് ഈ ഒരു പർദ്ദ. മറ്റേത് ഇഷ്ടമായില്ല എന്നല്ല കേട്ടോ, മറ്റേതും ഇഷ്ടമായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. വീഡിയോ എടുത്ത് അയച്ചു തരാൻ കാണിച്ച നല്ല മനസ്സിന് എല്ലാവർക്കും തന്നെ. മറ്റേ പർദ്ദ അതാ കേട്ടോ. അടുത്തത് സ്ലീവിൽ ഈ ഒരു എന്താ പറയുക, നല്ലൊരു ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുള്ള ഈ ഒരു പർദ്ദയാണ്. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ നേവി ബ്ലൂ കളറിലാണ്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ട് ചെയ്യാനാണ് കേട്ടോ. ഈ ഒരു പർദ്ദയൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു വീഡിയോയിൽ എല്ലാം ഇപ്പോൾ മോഡൽ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ബ്ലാക്കിൽ ബ്ലാക്ക് വർക്ക് വരുമ്പോൾ വർക്ക് എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക കാണാത്ത പോലെ ഉണ്ടാവും. പക്ഷേങ്കിൽ സെയിം വർക്കാണ്. ബ്ലാക്കിൽ നേവി ബ്ലൂ കളർ വരുമ്പം തെളിഞ്ഞ് കാണും. ബ്ലാക്കിൽ ബ്ലാക്ക് ആകുമ്പം നമുക്ക് അടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ആ ഒരു വർക്ക് ഉണ്ട് എന്നുള്ളത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതാണ്. അപ്പോൾ ഭംഗിയുള്ള പർദ്ദകളാണ് എല്ലാതും കൊടുത്തിനുള്ളത്. ഇത് എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയ മറ്റൊരു പർദ്ദയാണ്. ഇതിപ്പോൾ കളർ കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സെയിം കളർ വേണ്ട, നിങ്ങൾക്ക് ഇത് ഫുൾ ബ്ലാക്കിൽ വേണമെന്ന് വെച്ചാൽ ബ്ലാക്കിൽ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കളറിൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒക്കെ ചെയ്തു തരുന്നതാണ്. ഗ്രേയും അതുപോലെ തന്നെ ബേബി പിങ്കും ആട്ടോ ഇതിൽ വർക്ക് വന്നിട്ടുള്ളത്. വർക്കല്ല, ആ ഒരു ഫ്ലവറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ ചുറ്റിലും ക്രിസ്റ്റൽ വെച്ചിട്ടാട്ടോ വർക്ക് ചെയ്തിനുള്ളത്. അപ്പോൾ ഭംഗിയുള്ള പർദ്ദയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സെയിം പർദ്ദ നിങ്ങൾക്ക് ഇനി ഫുള്ള് ബ്ലാക്കിലായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഫുള്ള് ആ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് കറക്റ്റ് പറയുണ്ടോ. അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ, ഒത്തിരി നേരമല്ലേ ഇരുന്ന് കാണുന്നു. അപ്പോൾ കസ്റ്റമർ റിവ്യൂ ഞാൻ എൻ്റെ തോന്നുന്നു എല്ലാതും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്. ഇന്നും ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. ഇഷ്ടമാവുക വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഓർഡർ ചെയ്തിട്ടുള്ളത് 2 പർദ്ദയാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് ഓരോരുത്തരുടെ സംസാരത്തിൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഫോട്ടോ ഒക്കെ ഇട്ട് അയച്ചാന്നുണ്ടായിരുന്നു. ഇത് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ട് ഇറാനി നെക്കിൽ ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമർ പറഞ്ഞത് സ്ലീവിൻ്റെ ഇലാസ്റ്റിക് ചെയ്യണം എന്നാട്ടോ. ഇപ്പോൾ സ്ലീവിൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ അയച്ചാന്നു. ഒത്തിരി സന്തോഷം. കാരണം വീഡിയോ എടുത്ത് അയക്കാമെന്ന് കാണിച്ച നല്ല മനസ്സിന് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. താങ്ക്സ് പറയാണ്. അതാട്ടോ ഫസ്റ്റിൽ കാണിച്ച പർദ്ദ. രണ്ടാമത് ലെയർ അബായ കേട്ടോ. ലെയർ അബായ എന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിൽ നിന്ന് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ക്രിസ്റ്റലാട്ടോ അതിൽ വർക്ക്. അവർക്ക് ആ ക്രിസ്റ്റലിൻ്റെ വർക്ക് ഇഷ്ടമല്ല, അതിന് പകരം ഏതെങ്കിലും ഒരു വർക്ക് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്റ്റലിന് പകരം ഈ ഒരു വർക്കാട്ടോ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. സിൽവറിലാട്ടോ കളർ വന്നിട്ടുള്ളത് വർക്കിൻ്റെത്. അപ്പോൾ അത് കസ്റ്റമർ ഇട്ടത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഡബിൾ ലെയറിൽ വന്നിട്ടുള്ള പർദ്ദയാണ് കേട്ടോ. ഫസ്റ്റ് ലെയറിൽ ക്രിസ്റ്റൽ വർക്കിന് പകരം സിൽവർ കൊടുത്തതാണ്. ഇതെനിക്ക് ഒത്തിരി ഓർഡർ കിട്ടിയ മറ്റൊരു പർദ്ദയാണ്. ഇതിൻ്റെ വെച്ചാൽ സ്ലീവിലേക്കും അതുപോലെ തന്നെ 2 വശത്ത് പർദ്ദൻ്റെ 2 സൈഡിലായിട്ടും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇവർ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം വീഡിയോ എടുത്ത് അയച്ചു തന്നതിൽ. ആ ഒരു കളറിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് വന്നിട്ടുണ്ട്. എല്ലാ പർദ്ദൻ്റെ കൂടെയും ഷോളുണ്ടാവും. ഷോളിൽ വർക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല, പ്ലെയിൻ ആയിരിക്കും. ഷോളിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിനനുസരിച്ച് റേറ്റ് വരും കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പർദ്ദയാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു കളറിൽ, ആ ഒരു സെയിം പർദ്ദ കളറിൽ ചെയ്യിച്ചിട്ടുള്ളതാണേ. അപ്പോൾ സിവയിലായിക്കോട്ടെ, നീതയിലായിക്കോട്ടെ, സൂമിലായിക്കോട്ടെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്യണ സമയത്ത് കളർ ചാർട്ടൊക്കെ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഓർഡർ ചെയ്യണ സമയത്ത് സെയിം കളർ ഷോൾ വേണമെന്ന് വെച്ചാൽ, കളർ പർദ്ദക്കും ബ്ലാക്ക് ആട്ടോ ഷോൾ ഉണ്ടാവുക. അപ്പോൾ സെയിം കളർ ഷോൾ വേണമെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യണ സമയത്ത് പറയാട്ടോ വേണ്ടിയത്. അതിൽ ബ്ലാക്ക് വർക്ക് വന്നിട്ടുള്ളതാണ്. നേരത്തെ സെയിം പർദ്ദ കളറിൽ ബ്ലാക്ക് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. വീനക്ക് ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടാട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത് അതേ മോഡൽ പർദ്ദ തന്നെ കോളർ നെക്കിൽ, അതായത് ചൈനീസ് നെക്കിൽ ചെയ്താൽ പറഞ്ഞിട്ടുള്ളതാണ്, മറ്റൊരു കളറിൽ.
അപ്പോൾ പർദ്ദയൊക്കെ ഒന്നാണ്, പക്ഷെങ്കിൽ ഓരോരുത്തർ ഓരോ വ്യത്യാസങ്ങൾ വരുത്തിക്കുന്നതാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. ഇതിൻ്റെ ഈ ഒരു വീഡിയോ മാത്രമേ ഇട്ടുള്ളൂ. അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്നറാട്ടോ. ഇന്നർ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ഫോട്ടോയിലുള്ള നെക്ക് കണ്ടോ നിങ്ങൾ? ഇന്നറിൻ്റെ ആ ഒരു നെക്കാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഭംഗിയുള്ള എന്താ പറയുക, അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ പർദ്ദയാണ്. ഇതിൻ്റെ ഇന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹൈനെക്കായിട്ടുള്ളൊരു ഇന്നറാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കഴുത്ത് മൊത്തത്തിൽ അങ്ങ് മാറിയും. പിന്നെ ഫ്രണ്ടിലേക്ക് ആ ഒരു ഞെറിവ് വരുന്നുണ്ട് കേട്ടോ, ആ നെക്കിനോട് ചേർന്നിട്ട്. ആ ഒരു പർദ്ദൻ്റെ കൂടെ ഈ ഒരു ഇന്നർ കൂടി വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. നല്ലൊരു ത്രെഡ് വർക്കിലാട്ടോ ഈ ഒരു പർദ്ദ വന്നിട്ടുള്ളത്. ചിലവർക്ക് ത്രെഡ് വർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഹാൻഡ് വർക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സെൽഫി ത്രെഡ് വർക്കിൽ ചെയ്യുമെന്ന് ചോദിച്ചവരുണ്ട്. ഇൻഷാല്ലാ ത്രെഡ് വർക്കിൽ ചെയ്തതിൻ്റെ ഇപ്പം അടുത്ത് തന്നെ ഒരു വീഡിയോ ഞാൻ ഷോപ്പിൽ നിന്ന് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പ്രയർ ഡ്രസ്സ്, അതുപോലെ തന്നെ മാക്സി ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട്. ആ ഒരു വീഡിയോൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒത്തിരി വ്യൂ ഉണ്ട് കേട്ടോ, ഒരു 27K വ്യൂ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഡബിൾ ലെയറിൽ ജോർജറ്റിൽ ചെയ്യിച്ചിട്ടുള്ള പർദ്ദയാണ്. സ്ലീവിലേക്ക് മാത്രം വർക്ക് വന്നിട്ടുള്ളതാണ്. ഇനി ജോർജറ്റിൽ വേണ്ട നിങ്ങൾക്ക് സാധാ നിതയിലോ സൂമിലോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. ഓർഡർ ചെയ്യണ സമയത്ത് പറഞ്ഞാൽ മതിയാവും. ഇത് പോക്കറ്റിലും സ്ലീവിൽക്കും ത്രെഡ് വർക്ക് വന്നിട്ടുള്ള മൊഞ്ചുള്ളൊരു പർദ്ദയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെച്ചാൽ വർക്കിൻ്റെ കളർ ഞാൻ പറഞ്ഞല്ലോ. ഹാൻഡ് വർക്ക് ആയിക്കോട്ടെ എംബ്രോയ്ഡറി ആയിക്കോട്ടെ കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയ കളറിൽ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫാമിലിയിൽ പർദ്ദ ഇഷ്ടമുള്ളവരുണ്ടാവും, പർദ്ദ മാത്രമേ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. 2 പർദ്ദ കേട്ടോ അവരെടുത്തുണ്ടായിരുന്നത്. രണ്ടാമത്തെ പർദ്ദ മൊത്തത്തിൽ ക്ലിയർ ആവണില്ല, പക്ഷെ ആ ഒരു പുറകു വശത്താട്ടോ ഇതിൻ്റെ കാര്യമായിട്ടുള്ള വർക്കും ബ്ലീഡ്സൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണം. കുറേ സമയം വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വീഡിയോ ചെയ്യണതല്ല, വോയിസ് ഒറ്റ ഇരിപ്പിൽ വോയിസ് ഇടുന്നതാട്ടോ. ഞാൻ ഒത്തിരി നേരമായി ഇരിക്കണു. എന്താ പറയുക, ഒരു കുറേ നേരം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഇത് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വോയിസ് ഇടുന്ന സമയത്ത് മുന്നേ പറഞ്ഞ കാര്യത്തിൻ്റെ ഫ്ലോയിൽ അങ്ങ് പോവില്ല, പിന്നെ പറയാൻ വേറെ എന്തൊക്കെയെങ്കിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒറ്റ ഇരിപ്പിൽ തന്നെ ഫുള്ള് വോയിസ് ഇടുന്നത്. നല്ല എന്താ പറയുക, സ്വബൈക്കാട്ടോ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കണേ. ഇതിനി ഡൗൺലോഡായി അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല, കാരണം രാവിലെ തുടങ്ങിയ വോയിസ് എഡിറ്റിംഗ് ആണ്. വീഡിയോയിൽ പിന്നെ കസ്റ്റമറിൻ്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ എന്താ പറയുക റിമൂവ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും. ഇത് ത്രിബിൾ ലെയറിൽ ചെയ്തിട്ടുള്ള ജോർജറ്റിലും ചെയ്യാം, ഷിഫോണിലും ചെയ്യാം. കസ്റ്റമർ ജോർജറ്റിലാട്ടോ ചെയ്യിച്ചിട്ടുള്ളത്. സിൽവറാണ് വർക്ക് വന്നിട്ടുള്ളത്. അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. ഇതെനിക്ക് കസ്റ്റമർ അയച്ചാന്നൊരു ലിങ്കാട്ടോ. അപ്പോൾ അതിനകത്ത് സ്ലീവിൽ മാത്രമാണ് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളതാണ്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, വേറെ ഏതോ ചാനലത്തെ ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ വർക്കിൻ്റെ കളർ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ആ ഒരു കളർ വേണ്ട വെച്ചെങ്കിൽ വേണ്ടിയ കളറിൽ ചെയ്ത് തരുന്നതാണ്. ഇതൊക്കെ എന്താണെന്നോ അവരെന്നെ എടുക്കുന്ന വീഡിയോ ആണ്, എടുത്തു കൊടുക്കാൻ ആരും ഇല്ല കേട്ടോ. എന്നിട്ടും നമുക്ക് സങ്കടമാവും ചില വീഡിയോസ് കാണുമ്പം. അവരെന്നെ കഷ്ടപ്പെട്ട് അവരെന്നെ വീഡിയോ തുറന്ന് അവരെന്നെ ആ ഒരു വീഡിയോ എടുത്ത് അയക്കണ്ടേ. ഇവരിപ്പോൾ അച്ഛനില്ല അച്ഛൻ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല, പക്ഷേങ്കിൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഒരു കിട്ടുന്ന സമയത്ത് വീഡിയോ എടുത്ത് അയച്ചു തരണത് അല്ലേ. എല്ലാച്ചെങ്കിൽ അവർ അയച്ചിനില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരൊരു വീഡിയോ ആരായിക്കോട്ടെ നിങ്ങൾ അയച്ചു തരുന്ന വീഡിയോ ഞാൻ അത്രയും സന്തോഷത്തോടെ കേട്ടോ കാണുക. ചിലവർ വീഡിയോ അയച്ചിട്ട് പറയും ക്ലിയർ ഇല്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എൻ്റെ ഫോണിന് ക്ലിയർ കുറവാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ ക്ലിയർ ഇല്ല, കൂടെ ആരും ഉണ്ടായിരുന്നില്ല, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ വീഡിയോ എടുത്തിനോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുന്നതിനോ അയച്ചുതരാൻ കാണിച്ച ആ ഒരു നല്ല മനസ്സിനാട്ടോ ഞാൻ താങ്ക്സ് പറയാൻ. അതുപോലെ തന്നെ പർദ്ദ എടുത്തിട്ടുള്ളവർ എനിക്ക് ഇടയ്ക്ക് ഒരാളെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ പർദ്ദ വാങ്ങിച്ചിട്ടുണ്ട് ഇത്താൻ്റെ കയ്യിൽ നിന്ന്, ഒത്തിരി ഇഷ്ടമായി, നല്ല ക്ലോത്താണ്. എനിക്കത് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവർ ആ ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാനത് പറയാറുമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല വെച്ചാലും ഈ ഒരു കമൻറ്റ് ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് താങ്ക്സ് എന്നാണ്. കാരണം ഒത്തിരി പേര് പർദ്ദ എടുക്കുന്നുണ്ട്.
കമൻസ് വളരെ കുറവാണ്. എടുത്തിട്ടുള്ളവരടുത്ത് ഞാൻ പറയുന്നു, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, വെറുതെ എടുത്തിട്ടുണ്ട് മോശമാണ് എന്നുള്ളത്. അങ്ങനെ ഞാനൊരു കമൻറ്റ് കണ്ടു. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു വെച്ചാൽ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നാണ് പർദ്ദ, എൻ്റെ കയ്യിൽ ഇതുവരെ ഒരു മാസത്തിൻ്റെ മുകളിലൊന്നും എടുത്തിട്ട് ഒരു പർദ്ദയും കിട്ടാണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡർ നമ്പർ മെൻഷൻ ചെയ്യും, ആളില്ല കേട്ടോ. പിന്നെ കാരണം എടുത്തിട്ടുണ്ടെങ്കിലല്ലേ ആ ഓർഡർ നമ്പർ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരെടുത്താട്ടോ. നിങ്ങൾക്ക് എന്താ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ലാഭം? ഒരാൾ ചെയ്യുന്ന, അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പർദ്ദകളായിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ, അതിൽ കയറി വന്നിട്ട് ഇങ്ങനത്തെ കമൻറ്റ്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കിട്ടണേ? അതും എടുക്കാത്ത കസ്റ്റമർ എടുത്താട്ടോ. എടുക്കാത്ത ഒരാൾ വന്നിങ്ങനെ കമൻറ്റ് ചെയ്യുക, ഓർഡർ നമ്പർ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടണേ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരടുത്ത് തന്നെ ഞാൻ ചോദിക്കണേ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടണത്? ആവശ്യമില്ലാത്ത മെസ്സേജ് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായും വിചാരിക്കണം. ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ എനിക്ക് ഒരു ചാനലിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് ചെയ്യിച്ചിട്ടുള്ളതാട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഇല്ല. വീഡിയോ ഇല്ലാത്തതൊക്കെ മറ്റുള്ള ചാനൽസിലേ ആയിരിക്കും. കാരണം എന്താ പറയുക, അതിൻ്റെ വീഡിയോ എനിക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലത് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ റിവ്യൂ കസ്റ്റമർ അയച്ചിരുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഷോർട്സിലാണ് കൂടുതൽ ഉണ്ടാവാൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ പറ്റും. കുറേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ കേട്ടോ ചെയ്യുള്ളൂ. ഇത് ഒത്തിരി പാടാണ്. കാരണം കസ്റ്റമർ ഇങ്ങനെ അയച്ചിരുന്ന വീഡിയോസ് എന്താ പറയുക, അവർ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ആക്കുക വെച്ചാൽ സാധാരണ ചെയ്യുന്നതിനേക്കാളും പാടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായും വിചാരിക്കണം. ഇത് സ്ലീവ് ആൻഡ് എലാസ്റ്റിക് ആട്ടോ കസ്റ്റമർ പറഞ്ഞത്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു വീഡിയോയിൽ ബെൽ സ്ലീവ് ആണ്, അപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ്. ഇനി ഒരു സെയിം പർദ്ദ ഫുൾ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായും വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആ വെൽവെറ്റിൻ്റെ പർദ്ദൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ്. ഫസ്റ്റിൽ കണ്ട പർദ്ദയില്ലേ, ആ ഒരു പർദ്ദൻ്റെ ഓപ്പണിംഗ് വീഡിയോ ആണ്. ഇവർ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ലാസ്റ്റാട്ടോ വന്നിട്ടുള്ളത്, എഡിറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട വീഡിയോ ഈ ഒരു വീഡിയോ ആണ്, ഇവരയച്ച അതിനുള്ളതാണ്. ഒത്തിരി നല്ല രീതിയിൽ ഒത്തിരി 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 താങ്ക്സ് കേട്ടോ. അത്രയും നല്ല രീതിയിൽ അവരിട്ട് ആ ഒരു ഷോർട്സിൽ നിങ്ങൾക്ക് കാണാം, നല്ലൊരു സോങ്ങൊക്കെ കൊടുത്തിട്ടാട്ടോ അവരൊരു വീഡിയോ ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കഫ് സ്ലീവായിട്ടൊക്കെ ചെയ്യാനാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പർദ്ദൻ്റെ വീഡിയോ ഒരു ചാനലത്തെ വീഡിയോ അയച്ചു തന്നിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഇതിൻ്റെ വീഡിയോ ശരിക്കും കാണുന്നില്ല കേട്ടോ. 2 ഷോൾഡറിൽ നിന്ന് അങ്ങോട്ടേക്ക് വർക്ക് വന്നിട്ടുള്ളതാണ്. അടുത്തത് ഈ ഒരു പർദ്ദയാണ്, ബ്ലാക്കിൽ ബ്ലാക്കായിട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള ഭംഗിയുള്ളൊരു പർദ്ദയാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പർദ്ദൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കൊണ്ടു വാട്സപ്പ് ചെയ്യുകൊണ്ടു അഡ്രസ്സ് അയക്കൊണ്ടു. ഒരുപാട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസൊക്കെ വീഡിയോസിലുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അതുപോലെ തന്നെ ഭംഗിയുള്ള പർദ്ദയാണ്, വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് റിപ്ലൈ ഇല്ലാച്ചെങ്കിൽ ഫോൺ ചെയ്യാം. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു പർദ്ദയാണ്. ഇതും എൻ്റെ ചാനലല്ല കേട്ടോ, മറ്റേതോ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് അത് നോക്കി ചെയ്തിട്ടുള്ളതാണ്. ഒരു ഫ്ലവർ, നല്ലൊരു ത്രെഡ് വർക്കുള്ള ഫ്ലവറാണ് അതിൽ വന്നിട്ടുള്ളത്. ഫറാശിയായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കസ്റ്റമർ എനിക്ക് ഇട്ടിട്ടുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റിങ്ങിൽ അതൊക്കെ പോയിട്ടോ, അതെനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ ഫോട്ടോ ആഡ് ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വീഡിയോ എനിക്ക് ഇഷ്ടമായി വിചാരിക്കണം. കേട്ട് ബോറടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പറയുന്ന എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരം ഇരുന്ന് പറയണു. അപ്പോൾ ഇതാട്ടോ ഒരു പർദ്ദ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം പർദ്ദ നോർമലായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് ഈ ഒരു പർദ്ദയാണ്. കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ ഒരു സെൽഫി വെക്കണേ ബ്രൗൺ കളറിലുള്ളത് എന്ന്, അതാട്ടോ കാണിക്കണത്. ബ്രൗൺ കളറിൽ CY ക്ലോത്തിൽ ചെയ്തിട്ടുള്ള സെൽഫിയാണ്. അപ്പോൾ പർദ്ദ ബ്ലാക്കിൽ ബ്ലാക്ക് വർക്കായിട്ടാട്ടോ വരണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ ഉള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടു. അപ്പോൾ സ്ലീവിലേക്ക് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ടും അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
നല്ല ബ്ലാക്കിൽ ബ്ലാക്ക് ആട്ടോ വർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.